കേരളത്തിൽ ദീപക് എന്ന ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തപ്പോൾ പലരും ചിന്തിച്ചതാണ് പുരുഷന്മാരുടെ മാനസിക അവസ്ഥ എന്താണ് എന്നത്. മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ പുരുഷന്മാരുടെ മാനസികാവസ്ഥയും മാനസിക അസുഖങ്ങളും എന്നത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ്. നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ പുരുഷന്മാർ വിഷമം ഉള്ളിലൊതുക്കുകയും അത് കരയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അധികമൊന്നും പങ്കുവെക്കുകയും ചെയ്യാത്ത ഒരു സൈലൻറ്റ് ഡിപ്രഷൻ അവസ്ഥയിൽ കടന്നു പോവുകയാണ് ചെയ്യുക. സ്ട്രെസ്സാണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും സ്ത്രീകൾ പൊതുവെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയും അവരുടെ മനസ്സ് ഫ്രീ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഈ സൂയിസൈഡിലേക്ക് പുരുഷന്മാർ നടന്നു പോകുന്നത് പലപ്പോഴും ആരും അറിയാറില്ല. ഈയിടെ ഒരു വീഡിയോ, ട്രെയിനിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ പലരും കണ്ടിരിക്കും. നല്ല രീതിയിൽ ഒരു സാധാരണ ജീവിതം പോലെ തന്നെ നടന്നു നീങ്ങുകയും കുറച്ചൊന്ന് മാറി ട്രെയിനിൻ്റെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരുടെ ചിരിയിലോ പെരുമാറ്റത്തിലോ ശീലങ്ങളിലോ ഒന്നും നമ്മൾ ഒരു മാറ്റമോ ഒന്നും കാണുകയില്ല. ജോലിയാണെങ്കിലും സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ദിനചര്യയാണെങ്കിലും എല്ലാം വളരെ കൃത്യമായി നടന്നു പോകുന്നു. പക്ഷേ ഉള്ളിൽ മനസ്സിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെ, മെൻ്റൽ ഹെൽത്തിനെ ഓരോ വ്യക്തികളും കാർന്നു തിന്നുന്നു എന്നത് തൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാരോ ഭാര്യയോ മാതാപിതാക്കളോ മാത്രമല്ല സ്വയം തന്നെ മനസ്സിലാവുന്നില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. അതായത് ഓരോ ആത്മഹത്യകളും സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതുന്നത്? ഓരോരുത്തരെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയാണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷേ അവിടെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, മറ്റൊരാളെ തിരിച്ചറിയാൻ ഒരാൾക്ക്, കൂടെയിരിക്കുന്ന ഒരാൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കാൻ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അതാണ് പുരുഷന്മാരുടെ മാനസികമായ അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യം. അതിനുള്ള പല പരിഹാരങ്ങളും നമുക്കറിയാം. എന്തുകൊണ്ടാണ് മാനസിക സംഘർഷങ്ങളും ആത്മഹത്യയിലേക്ക് വഴിവെക്കുന്നത്? ഈ വിഷയത്തിൽ തന്നെ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിലേക്ക് വന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ വഷളാക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ മനസ്സിന് അത് താങ്ങാൻ സാധിച്ചില്ല എന്നതാണ്. അത് ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു കാരണമാണ്. കടുത്ത വിഷാദത്തിലേക്ക് തള്ളിയിടാൻ ഒരു സമൂഹത്തിൽ അഭിമാനപൂർവ്വം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് വലിയൊരു ക്ഷതം സംഭവിച്ചു. പക്ഷേ നമ്മൾ ആണ് അത്തരമൊരു സാഹചര്യത്തിൽ കൂടെ നടന്നു പോയത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തെ ധൈര്യപൂർവ്വം നേരിട്ട് മുന്നേറുകയാണ് വേണ്ടത് എന്ന് നമുക്ക് എഴുതാനും സംസാരിക്കാനും സാധിക്കും. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ നേരിടാനുള്ള മാനസികമായ കരുത്ത് നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വരും വീഡിയോകളിൽ അതുമായി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാം.